എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുഷ്പ ടുവിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. രാവിലെ തന്നെ പോയി പടം കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ല പടം തന്നെയാണ് പുഷ്പ ടു. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് ആണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. രണ്ടുപേര് കൂടിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സാം സി എസും പിന്നെ DSPയും. ഇതിൽ സാം സി എസിൻ്റെ പ്രീവിയസ് വർക്കൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. കൈദിയും വിക്രം വേദ പോലുള്ള പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതിനാണ്. പുള്ളിയും DSPയും കൂടെ കൂടിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. പിന്നെ അജിനേഷ് ലോക്നാഥ് പുള്ളിക്കും ഒരു താങ്ക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിൽ കാർഡിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഇതിനിടയ്ക്കൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിനിടയ്ക്കൊരു ഒരു ഫൈറ്റിനിടയ്ക്കൊരു BGM ഉണ്ട്. ചിലപ്പം അതായിരിക്കും. പുഷ്പ 1 ഇഷ്ടപ്പെട്ട ഏതൊരാൾക്കും തന്നെ പുഷ്പ 2ഉം ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. കാരണം പുഷ്പ 1 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുഷ്പ 2ഉം എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ പുഷ്പ 1 കണ്ട ആർക്കും തന്നെ പുഷ്പ 2 ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നും കാണുന്നില്ല. പിന്നെ ആകപ്പാടുള്ള വെറുപ്പീരെന്ന് പറഞ്ഞാൽ രശ്മിക മന്ദാനയാണ്. പിന്നെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കം തന്നെ ഒരു ജപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. 10 മിനിറ്റ്, ഏകദേശം 10-12 മിനിറ്റോളം ഉണ്ട്. ആ ഫൈറ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഫൈറ്റ് എന്തിനാണ് പടത്തിനകത്ത് എടുത്തു വെച്ചതെന്ന് അറിയത്തില്ല. ചിലപ്പം പുഷ്പ 3 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. ചിലപ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും.